നമസ്കാരം. പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ ഇവർ 3 പേരിൽ നിന്ന് ഒരു സൈനിക കരാറുണ്ടാക്കി, മെക്ക കരാർ. ഇതിലേക്ക് ഇപ്പോൾ ഇറാനെയും ക്ഷണിച്ചിരിക്കുകയാണ്. ഇറാൻ ഈ സഖ്യത്തിലേക്ക് വരുമോ? എന്താണ് തോന്നുന്നത്? മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ ഒരു നീക്കം, നയതന്ത്ര നീക്കമാണ് മക്ക കരാർ. നിലവിൽ സൗദി അറേബ്യ, പാകിസ്ഥാൻ, ടർക്കി ഈ 3 രാജ്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, നമ്മുടെ ദൂരെ കാഴ്ച കിട്ടുന്നത് ഇറാൻ യുദ്ധത്തിലാണ്, അമേരിക്ക ഇസ്രായേലുമായിട്ട്. ഇസ്രായേലും അമേരിക്ക ഒന്ന് ചേർന്ന് ഇറാനെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ പൊതുവിൽ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്രായേലും US ചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ പൊതുവിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഒരു ഫീലുണ്ട്. അമുസ്ലിം രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് പാശ്ചാത്യ ശക്തികൾ ചേർന്ന് മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ മക്ക കരാർ വരുമ്പോൾ അത് അമുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ നിലവിൽ വരുന്ന, മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അമുസ്ലിം രാജ്യങ്ങളുടെ ആക്രമണത്തിനെതിരെ പ്രതിരോധിക്കാനായിട്ട് മുന്നിൽ വരുന്നതായിട്ട് പലരും കരുതി എന്ന് വരാം. അത് തെറ്റില്ല. ആ ഒരു ചിന്ത തെറ്റല്ല. പലപ്പോഴും അത്തരം സഖ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അത്തരം സഖ്യം പ്രാവർത്തികമാവുമോ എന്നൊരു ചോദ്യത്തിലാണ് പ്രധാന ഇഷ്യൂ. ഒന്നാമത്തെ കാര്യം, മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ അമേരിക്കയുടെ സാന്നിധ്യം പലരും ആഗ്രഹിക്കുന്നില്ല. അതായത് GCC രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇവർ പലരും തന്നെ ഇനി അമേരിക്ക അവിടെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു റീതിങ്കിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒഴിവാക്കിയുള്ള മേഖലാ സഖ്യത്തിന് അവിടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ഈ മേഖലാ സഖ്യത്തിൽ ആരൊക്കെ വരാം? ശക്തിയുള്ള രാജ്യങ്ങൾ പ്രധാനമായിട്ടും വരാം. GCC രാജ്യങ്ങളിൽ ഏറ്റവും ശക്തം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. അവർക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു സൈന്യമുണ്ട്. ഇറാൻ്റെ ഒപ്പം ശക്തിയൊന്നും വരത്തില്ല എന്ന് വേറൊരു കാര്യം. ഇറാൻ്റെ പകുതി പോലും ശക്തി സൗദി അറേബ്യയ്ക്കില്ല. പക്ഷേ ഉള്ളതിൽ ശക്തിയുണ്ട്, വലിപ്പമുണ്ട്, സൗദിക്ക് ജനസംഖ്യയുണ്ട്. പിന്നെ പറയാവുന്ന UAEക്കും ബഹ്റിനും ഒക്കെ മോശമില്ലാത്ത എയർഫോഴ്സ് ഉൾപ്പെടെ ഉണ്ട് അവർക്ക്. പക്ഷേ ടർക്കി എന്ന രാജ്യമുണ്ട്. ആ മേഖലയിൽ ഇറാൻ കഴിഞ്ഞ ഏറ്റവും ശക്തിയുള്ളത് ടർക്കിക്കാണ്. ടർക്കി ഒരു നാറ്റോ രാജ്യമാണ്. അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോയിലെ ഏറ്റവും ശക്തമായ രാജ്യം എന്ന് പറയാം. ഇതാണ് ടർക്കി. പിന്നെ ഇപ്പുറത്ത് പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററിക്ക് കിട്ടുന്ന അതേ ട്രെയിനിങ് ലഭിച്ച രാജ്യം, അല്ലെങ്കിൽ ആ ട്രെയിനിങ് സംവിധാനങ്ങൾ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്ത് ആ ട്രെയിനിങ് ശൈലി നിലനിർത്തി പോകുന്ന രാജ്യം. അത്യാധുനിക ആയുധങ്ങളുണ്ട്, ആണവായുധമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആണവരാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ, ആണവായുധം ഇല്ലാതെ തന്നെ നാറ്റോയിലെ വലിയൊരു പവറായിട്ടുള്ള ടർക്കി, ഇസ്ലാമിക ലോകത്തെ സാമാന്യ മികച്ച പവറായ സൗദി അറേബ്യ, ഇവർ 3 പേരും. ഇവർ ഈ സഖ്യത്തിലേക്ക് ഇറാനെ ക്ഷണിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ഈ സഖ്യം എന്ത് സഖ്യമാണ്? ഇത് സൈനിക സഖ്യമാണോ, രാഷ്ട്രീയ സഖ്യമാണോ? രാഷ്ട്രീയ സഖ്യമാണെങ്കിൽ അതിലേക്ക് കൂടാൻ ഇറാന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സൈനിക സഖ്യമാണെങ്കിൽ ഇറാൻ 10 തവണ ആലോചിക്കും. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ബാക്കിയാണ്. അമേരിക്കയെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ഇറക്കി വിടാൻ ഇവർ തയ്യാറാവാതെ ഇറാൻ ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ 3 രാജ്യങ്ങളും അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. പാകിസ്ഥാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. അമേരിക്ക ഇല്ലാണ്ട് ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് പറ്റില്ല. അപ്പോൾ US-ൻ്റെ സഖ്യകക്ഷിയാണ് പാകിസ്ഥാൻ. നിലവിൽ ഇതുപോലെ സഖ്യകക്ഷി തന്നെയാണ് സൗദി അറേബ്യ. US-ഉം സൗദി സൈന്യവും കൂടെ ഒരുമിച്ച് ഹൂത്തികൾ ആക്രമിക്കുന്നുണ്ട്. അതിലേക്ക് ഇസ്രായേലിൻ്റെ സേനയെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേണ്ടി വന്നാൽ അവരും വരും. മൂന്നാമത് ടർക്കിയാണ്. ടർക്കി നാറ്റോ അംഗരാജ്യം എന്നുള്ള നിലയ്ക്ക് അമേരിക്കയുടെ സഖ്യകക്ഷി തന്നെയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക സഖ്യം എന്ന് പറയുന്നത് നാറ്റോ, അതിലുള്ള ആളാണ് ടർക്കി. അപ്പോൾ ഇറാൻ ഒരു വിശ്വാസം വരണമെങ്കിൽ, അതായത് ടർക്കി ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ നാറ്റോ അംഗരാഷ്ട്രമായിട്ട് ടർക്കി ഇരിക്കുന്ന സമയത്ത് ഇത്തരം സൈനിക സഖ്യത്തിന് അവർ തയ്യാറാവുമോ? മറ്റു മേഖലാ സഖ്യം, ഇതൊരു പ്രധാന ചോദ്യമാണ്. പിന്നെ സൗദിയും ഇറാനും തമ്മിൽ നിലനിന്ന പല തവണ അവർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുകയും പലതവണ അവർ തമ്മിൽ സൗഹൃദം ഉണ്ടാവുകയും ചെയ്തു. 1979 എന്ന വർഷമാണ് ഇതിനകത്തെ ഒരു ലാൻഡ് മാർക്കായിട്ട് നമ്മൾ കരുതേണ്ടത്. 1979 മുമ്പത്തെ കാലഘട്ടത്തിൽ അന്ന് ചക്രവർത്തിയായിട്ടുള്ള ഷാ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഷാ ഭരണകാലത്ത് അദ്ദേഹം അമേരിക്കയുടെ നല്ല സഖ്യകക്ഷിയായിരുന്നു. അക്കാലത്ത് സൗദിയായിട്ട് മികച്ച ബന്ധമായിരുന്നു. ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ കാലത്ത് നമ്മളധികം ചിന്തിക്കാത്തൊരു കാര്യം, ആലോചിക്കാത്ത, നമ്മുടെ ഓർമ്മയിൽ നിൽക്കാത്തൊരു കാര്യമാണ് അമേരിക്കയുടെ ട്വിൻ പില്ലർ തിയറി, ഇരട്ട ഗോപുരങ്ങൾ. മധ്യപൂർവേഷ്യയിലെ 2 പ്രധാന ശക്തികളെ 2 പില്ലേഴ്സായിട്ട്, 2 ഇരട്ട തൂണുകളായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് അമേരിക്ക മുന്നോട്ട് പോയത്. അത് ഇറാനും സൗദി അറേബ്യയായിരുന്നു. അമേരിക്കയുടെ മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ 2 സഖ്യകക്ഷികൾ, ഒന്ന് ഇറാൻ, മറ്റൊന്ന് സൗദി അറേബ്യ. 1979 മുമ്പത്തെ അവസ്ഥയിൽ പറയുന്നത്. അതായത് ഷാ എന്ന ചക്രവർത്തി അവിടം ഭരിക്കുമ്പോൾ അവസാനം ഷാ ഭരണകൂടത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി, മതപരമായിട്ട് ഒത്തിരി വിഷയങ്ങളുണ്ടായി. മതാനുയായികളായിട്ടുള്ളവർ സംഘടിച്ചു. ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നു.
അങ്ങനെ ഷാ ഭരണകൂടം നിലംപതിച്ചു. ഇസ്ലാമിക റിപ്പബ്ലിക് നിലവിൽ വന്നു. ഇതോടുകൂടി അമേരിക്കൻ സഖ്യത്തിന് ഇവർ വെളിയിലോട്ട് മാറി. അവരെ പിന്നെ റഷ്യ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് ശീതയുദ്ധത്തിൽ റഷ്യൻ പക്ഷത്തേക്ക് അഥവാ സോവിയറ്റ് യൂണിയൻ പക്ഷത്തേക്ക് ഇറാൻ മാറുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. ഇറാൻ്റെ ശാക്തീകരണം അവിടെ തൊട്ടാണ് ആരംഭിക്കുന്നത്. ഇന്ന് ഇറാന് ശക്തിയുണ്ടെന്ന് നമുക്കറിയാം. അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ സംയുക്ത സേനയ്ക്ക് മുന്നിൽ ഇറാൻ പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ സാമാന്യഗതിയിൽ പെട്ടെന്ന് സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിടിച്ചു നിൽക്കാനുള്ള ശക്തി എവിടെ നിന്നുണ്ടായി? അതുണ്ടായത് അന്നത്തെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം സോവിയറ്റ് യൂണിയനുമായിട്ട് കൈകൊടുത്തതിന് ശേഷമാണ്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഒപ്പം ചേർന്ന് അവരുടെ കയ്യിൽ നിന്നാണ് ഈ മിസൈൽ ടെക്നോളജിയുടെ ആദ്യ പാഠങ്ങൾ ഇവർ എടുക്കുന്നത്. യുദ്ധതന്ത്രങ്ങളെല്ലാം തന്നെ. മുമ്പൊരിക്കൽ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ഇങ്ങനെ ശക്തമായി എന്നൊരു വീഡിയോയിൽ. പ്രധാനപ്പെട്ട 4 ജനറൽമാർ അന്ന് തൊട്ട് ഇറാൻ്റെ സൈനികമായ പോളിസികൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ഒരു കാര്യം സുപ്രധാനമാണ്. അതായത് സോവിയറ്റ് യൂണിയനാണ് ഇറാൻ്റെ പുറകിലുണ്ടായിരുന്ന ശക്തി. സൗദി അറേബ്യയുടെ പിന്നിൽ അമേരിക്ക ഉറച്ചു നിൽക്കുന്നു. ഇത് കൂടാതെ മതപരമായിട്ടൊരു സംഘർഷ പശ്ചാത്തലം ഇവർക്കിടയിലുണ്ട്. ഒരു കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഒപ്പം നിന്ന് മിഡിൽ ഈസ്റ്റിലെ ട്വിൻ പില്ലേഴ്സ് ആയിട്ട് നിന്നെങ്കിലും അതുപോലെയല്ല പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. കാരണം സൗദി അറേബ്യ എന്ന് പറയുന്നത് സുന്നി ലോകത്തിൻ്റെ ആധ്യാത്മിക കേന്ദ്രമാണ്. ഇറാൻ എന്ന് പറയുന്നത് ഷിയ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഷിയാക്കളുള്ള രാജ്യവും കൂടിയാണ്. ഷിയ സമൂഹത്തിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള മത കേന്ദ്രം എന്ന് പറയുന്നത് നജഫാണ്. അവർ പക്ഷേ ഹജ്ജ് അനുഷ്ഠിക്കുന്നവരാണ് ഷിയാക്കൾ. അവർ ഹജ്ജിന് വേണ്ടി സൗദി അറേബ്യയിൽ പോവുകയും വേണം. 1979 ഇസ്ലാം വിപ്ലവത്തിന് ശേഷം ഹജ്ജ് പോലും സംഘർഷഭരിതമായിട്ട് മാറി എന്നൊരവസ്ഥയുണ്ടായി. 1979 തൊട്ടിട്ട് പിന്നെയുള്ള വർഷങ്ങളിൽ പല പല സംഘർഷത്തിനും മധ്യപൂർവേഷ്യ സാക്ഷ്യം വഹിച്ചു. 1980 അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് സദ്ദാം ഹുസൈൻ്റെ ആക്രമണം, ഇറാഖിൻ്റെ ആക്രമണം ഇറാൻ്റെ നേരെ ഉണ്ടായി. അത് 8 വർഷം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു, ഇറാൻ ഇറാഖ് യുദ്ധം. 1980 തൊട്ടിട്ട് 88 വരെ. സോവിയറ്റ് യൂണിയൻ ഇറാനെ സഹായിച്ചു, അമേരിക്ക സദ്ദാം ഹുസൈനെ ഇറാഖിനെയും സഹായിച്ചു. ഈ യുദ്ധം എങ്ങും എത്താതെ പിരിഞ്ഞു. ഇതിനുശേഷം പിന്നീട് ഇതേ സദ്ദാം ഹുസൈനെ അമേരിക്ക ശത്രുസ്ഥാനത്ത് നിർത്തി അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി. പക്ഷേ എന്തായാലും 1988 ശേഷം പിന്നെ കുറേ പൊളിറ്റിക്കൽ മാറ്റം ഉണ്ടായി. അതിനു മുമ്പ് തന്നെ 1987 ഷിയ തീർത്ഥാടകർ ഹജ്ജ് സമയത്ത് മക്കയിൽ വെച്ചിട്ട് സംഘർഷം ഉണ്ടായി. സൗദിയുടെ സൈന്യവും ഷിയ തീർത്ഥാടകരും തമ്മിലുള്ള സംഘർഷത്തിൽ 300 പേര് കൊല്ലപ്പെട്ടു. ഇത് വലിയ നയതന്ത്ര വിച്ഛേദനങ്ങൾക്ക് കാരണമായി. പൂർണ്ണമായിട്ട് നയതന്ത്രബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോയി. എങ്കിലും 1990 ആയപ്പോഴത്തേക്കും സോവിയറ്റ് യൂണിയൻ നിലം പതിച്ചു. സോവിയറ്റ് യൂണിയൻ എന്ന മഹാശക്തി പല രാജ്യങ്ങളായിട്ട് ചെതറി. അവരുടെ രാഷ്ട്രീയ ശക്തിക്ക് വലിയ ഇടിവ് വന്നു. ഈ സമയമായപ്പോഴത്തേക്കും സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്തുള്ള വലിയ സപ്പോർട്ടിന് ഇറാന് കുറവും വന്നു. ആ ഒരു ഘട്ടത്തിൽ വീണ്ടും ഇറാനും സൗദി അറേബ്യയും തമ്മിൽ കൂടുതൽ നയതന്ത്ര ചർച്ചകളും കൂടുതൽ നയതന്ത്ര ബന്ധങ്ങളും ഉണ്ടായി. പിന്നെ മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഇതൊക്കെ ഏറിയും കുറഞ്ഞും നിലനിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2000 ആണ്ടുകൾ വന്നു. അപ്പോഴത്തെ സൗദി ഭരണാധികാരിയാണെങ്കിലും ഇറാനുമായിട്ട് മികച്ച ബന്ധം ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചു. ഇറാൻ ഭരണകൂടം അതിനോട് ഏതാണ്ടൊക്കെ അനുകൂലമായിട്ടൊക്കെ നിന്നു. പക്ഷേ 2011 മധ്യപൂർവേഷ്യയുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് മൊത്തം മാറി. നമ്മൾ ഓർക്കണം, അന്ന് പല ഭരണകൂടങ്ങളും നിലപതിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഗദ്ദാഫി കൊല്ലപ്പെട്ടു, അറബ് വസന്തം ഉണ്ടായി, സൗദി അറേബ്യയുടെ പലയിടത്തും മുല്ലപ്പൂ വിപ്ലവം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ അല്ല, അറേബ്യൻ നാടുകളിൽ പലയിടത്തും മുല്ലപ്പൂ വിപ്ലവം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അറേബ്യൻ മേഖലയിൽ, ഗൾഫ് മേഖലയിൽ ഏത് ഭരണകൂടമാണ് നിലനിൽക്കുക, ഏത് ഭരണകൂടമാണ് നിലംപതിക്കുക എന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയിലായി. എങ്കിലും നമ്മൾ നോക്കുമ്പം പലപ്പോഴും കാണുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയും പിന്തുണയോട് കൂടിയിട്ട് പല പ്രോക്സി ഗ്രൂപ്പുകളും കളിക്കുന്നു. അവർ ചില വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നു. മറുവശത്ത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും രംഗപ്രവേശം ചെയ്തു. ഹൂത്തികൾ എന്നൊരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തു. ഹൂത്തികളെ ഇറാൻ സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ സൗദിക്കെതിരെ പ്രധാനമായിട്ടും യുദ്ധം ചെയ്യുന്ന, സൗദിയെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്ന ഗ്രൂപ്പാണ് ഹൂത്തികൾ. അവരെ സഹായിക്കുന്നത് ഇറാനാണ്. ഇറാൻ്റെ ഒപ്പം വേറൊരു സഖ്യകക്ഷിയായിട്ട് സിറിയൻ ഗവൺമെൻറ് അന്നുണ്ടായിരുന്നു. ഇപ്പം നിലം പതിച്ചു, പുതിയ ഗവൺമെൻറ്റാണ്. ബഷർ അൽ അസദ് എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം നിന്നത് ഇറാൻ്റെ ഒപ്പമാണ്. ഇന്നിപ്പോൾ സിറിയയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന് വധശിക്ഷയാണ്. അതുപോലത്തെ മാറ്റങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. ലെബനൻ മാറിപ്പോയി, ലിബിയ മാറിപ്പോയി. അതുപോലെ തന്നെ ലെബനനിലെ ഹിസ്ബുള്ള എന്നൊരു വലിയ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തു. അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ആ പ്രോക്സി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ്. ഇറാഖിൽ പോലും പിന്നീട് പ്രോക്സി ഗ്രൂപ്പുകൾ ഡെവലപ്പ് ചെയ്തു. ആ ഗ്രൂപ്പുകളുടെയും സപ്പോർട്ട് ഇറാനായിട്ട് മാറി. ചുരുക്കത്തിൽ പ്രോക്സി ഗ്രൂപ്പുകളെ, അതായത് യഥാർത്ഥ ഒരു ഗവൺമെൻറ് അല്ലാത്ത കുറേ ആൾക്കാർ ചേർന്ന ഗുണ്ടാ സംഘങ്ങളോ ഇല്ല ചെറു സൈനിക യൂണിറ്റുകളോ കൂലിപ്പട്ടാളോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന
ഗ്രൂപ്പുകൾ പ്രാദേശികമായിട്ട് അവർ നിയന്ത്രണം പിടിക്കുന്നു, പ്രാദേശിക ഭരണം നടത്തുന്നു, അവിടുത്തെ ക്രമസമാധാന പാലനം അവർ നോക്കുന്നു, മതക്കോടതികളോ അല്ലാത്ത കോടതികളോ ഉപയോഗിച്ച് അവർ ജനങ്ങളെ ഭരിക്കുന്നു. ജനങ്ങളുടെ നിന്ന് ചിലപ്പോൾ അവർ പിരിവെടുത്തെന്നും വരും, എന്ന് വെച്ചാൽ നികുതി പിരിച്ചെന്ന് പോലും വരും. ഒരു ഭരണകൂടത്തിന് നേരിട്ട് ചെല്ലാൻ വയ്യാത്ത വിധത്തിൽ പലയിടത്തും അവർ കൺട്രോൾ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഗ്രൂപ്പുകളുടെ ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടായി. ഇതിൻ്റെ പുറകിൽ ചില ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണെങ്കിൽ ചില ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനായിരിക്കും. ഇപ്പോൾ ഇത് അവിടുത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ ഗ്രൂപ്പുകളുള്ളത് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ തന്നെയാണ്. ഈ ഇടയ്ക്ക് US-ഉം ഇസ്രായേലും ഒക്കെ സപ്പോർട്ട് ചെയ്ത ചില ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും അവർ ലിബിയയിൽ പ്രശ്നം ഉണ്ടാക്കി, അതുപോലെ തന്നെ സിറിയൻ ഭരണകൂടത്തെ അവർ അട്ടിമറിച്ചു എന്നൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ഈ പാഠങ്ങളിൽ നിന്ന് കൂടുതൽ ഉൾക്കൊണ്ടിട്ട് ഇറാൻ പല ഗ്രൂപ്പുകളെയും വളരെ ശക്തമാക്കി. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്, ഹൂതിക്ക് യുദ്ധം ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇറാഖ് എന്ന മേഖലയിൽ കൂടെ ഇറാഖി ഗവൺമെൻറ് വിചാരിച്ചാൽ പോലും അമേരിക്കൻ പട്ടാളത്തിന് കടന്ന് ഇറാനിലേക്ക് വന്ന് കരയുദ്ധം നടത്താൻ പറ്റാത്ത വിധത്തിൽ പല പ്രോക്സി ഗ്രൂപ്പുകളെയും അവിടെയും ഇറാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇറാൻ കുറച്ചുകൂടെ ശക്തമാക്കിയെന്നർത്ഥം. ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് പിന്നീടുണ്ടായി. അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഈ 2011 കൂടിയിട്ടാണ് ഈ പറഞ്ഞ അറബ് വസന്തം ഉണ്ടാകുന്നത്, മുല്ലപ്പൂ വിപ്ലവം ഇങ്ങനെയൊക്കെ ആയിട്ട്. 2015-16 ആയപ്പോഴത്തേക്കും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി. 2015 മക്കയിൽ വലിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായൊരു സംഭവമുണ്ട്. കുറേ പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവം വീണ്ടും സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾക്കിടയാക്കി. 2016 ഒരു ഷിയ പുരോഹിതനെ സൗദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇത് ഇറാനും സൗദിയും തമ്മിലുള്ള ശത്രുത അതിൻ്റെ പരമകോടിയിലെത്തി. ഇവർ തമ്മിലുള്ള നയതന്ത്രബന്ധങ്ങൾ പൂർണ്ണമായിട്ട് വിച്ഛേദിക്കപ്പെട്ടു. ഇരു കൂട്ടരുടെയും എംബസികൾ അതാത് രാജ്യങ്ങളിൽ അടച്ചുപോയി. സൗദിയുടെ എംബസി ഇറാനിലുണ്ടായിരുന്ന അടച്ചു, ഇറാൻ്റെ എംബസി സൗദിയിലുണ്ടായിരുന്നു അടച്ചു. അടുത്ത 7 വർഷത്തേക്ക് എംബസികൾ പോലും തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഇത്രയും ഗുരുതരമായൊരു സിറ്റുവേഷനാണ് ഈ ഘട്ടത്തിലുണ്ടായത്. ഇതിനുശേഷം 2023 ചൈന ഇടപെട്ടിട്ടാണ് ഇവർക്കിടയിൽ നയതന്ത്രബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത്. ബീജിംഗ് കരാർ എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ ബീജിംഗിൽ നടന്ന സൗദി ഇറാൻ ചർച്ച, ചൈനയുടെ മധ്യസ്ഥതയിൽ ബീജിംഗിൽ നടന്ന സൗദി ഇറാൻ ചർച്ചയുടെ ഭാഗമായിട്ടൊരു കരാർ രൂപീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ഈ രാജ്യങ്ങൾക്കിടയിൽ എംബസികൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു പുതിയ പ്ലെയർ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ഈ സൗദിയെയും ഇറാനെയും തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്തിയത് അമേരിക്കയായിരുന്നു 1979 മുമ്പ്, അതായത് ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ്, ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് മുമ്പ്. അതിനുശേഷം ഇവർ തമ്മിൽ ഉള്ള സൗഹൃദം വിച്ഛേദിക്കപ്പെട്ടു. ഒരു ആൾ, അതായത് സൗദി അറേബ്യ അമേരിക്കൻ പക്ഷത്തായി, ഇറാൻ സോവിയറ്റ് യൂണിയൻ പക്ഷത്തായി. ഇന്ന് സോവിയറ്റ് യൂണിയൻ ഇല്ല, പകരം ആ സ്ഥാനത്ത് റഷ്യയാണ്. ആ പക്ഷത്ത് തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. പക്ഷേ ഇടക്കാലത്ത് സാമ്പത്തികമായിട്ട് വളരെ ശക്തി ആർജിച്ച ചൈന മിഡിൽ ഈസ്റ്റിൽ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി ചൈനയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നത്. ചൈനയ്ക്ക് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ രാജ്യത്തെല്ലാം ഉണ്ട്. അപ്പോൾ ചൈന നോക്കുന്നത് കഴിയുന്നതും ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. സംഘർഷങ്ങൾ ലഘൂകരിച്ചാൽ ഉപരോധങ്ങൾ കുറയ്ക്കാൻ പറ്റും. ചൈനയ്ക്ക് നിർബാധം അവിടെ നിന്ന് ഓയിൽ വാങ്ങാൻ പറ്റും, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇറാനിൽ ഇറക്കാനും പറ്റും. അപ്പോൾ ഡോളറിൽ പേ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നാൽ ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് ചൈന മുൻകൈ എടുത്തിട്ട് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് അവർ ഈ ഒരു കരാറുണ്ടാക്കി. എങ്കിലും ചൈന അവരുടെ സൈനിക താല്പര്യങ്ങളും കൂടി ആ മേഖലയെ പലയിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മിസൈൽസും അതുപോലെ തന്നെ ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള ഘടകഭാഗങ്ങൾ ചൈന നിരന്തരം ഇറാന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ചൈനയെ സംബന്ധിച്ചൊരു ബിസിനസ്സാണ്. കാരണം അവിടുന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്, പണം കൊടുക്കണം, കൂട്ടത്തിൽ തന്നെ ആയുധഭാഗം കൊടുത്താൽ ഇറാനി ആയുധങ്ങൾ ആവശ്യമാണ്. മറുവശത്ത് ഇതേ ഇറാൻ ഇന്ത്യയുടെ കൂടെ സഖ്യകക്ഷിയാണ്. അതായത് ഇന്ത്യയായിട്ടൊരു സൈനിക സഖ്യമല്ല, പകരം സാമ്പത്തിക സഖ്യകക്ഷിയാണ്. ഇറാനിൽ ഒരു തുറമുഖം തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ചൈന അവിടെ ഒരു വലിയൊരു മേജർ പ്ലെയർ ആയിട്ട് വരുമ്പോൾ ഇന്ത്യക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ചൈന കയറി പലയിടത്തും പല രാജ്യങ്ങളും തുറമുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ ചൈന സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് ചൈന വരാൻ സാധ്യതയുള്ളൊരു സ്ഥലത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളൊരു തുറമുഖം പിടിക്കുകയാണ്. മാത്രമല്ല നമുക്കവിടെ ആഭ്യന്തരമായിട്ടുള്ള ഇറാനകത്ത് നമുക്ക് താല്പര്യങ്ങളുണ്ട്, ഇറാനോട് നമുക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, സൈനിക താല്പര്യങ്ങളുമുണ്ട്. എന്തുകൊണ്ട് സൈനിക താല്പര്യങ്ങൾ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനോട് വലിയ മമതയിലല്ല ഇറാൻ പോയിക്കൊണ്ടിരുന്നത്, അന്നുമല്ല ഇന്നുമല്ല. പാകിസ്ഥാനോടൊപ്പം സൗഹൃദം ഇറാൻ കാണിക്കുന്നുണ്ട്, പക്ഷേ വിശ്വാസമില്ല, പാകിസ്ഥാനെ വിശ്വസിക്കുന്നില്ല. ഇതാണൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയോട് നല്ല സൗഹൃദം പാകിസ്ഥാനുണ്ട്, ഇന്ത്യയോട് നല്ല സൗഹൃദം ഇറാനുണ്ട്. പാകിസ്ഥാനെ ഇറാൻ വിശ്വസിക്കുന്നതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യ ഇറാൻ നയതന്ത്ര ബന്ധങ്ങൾ വളരെ ശക്തമാണ്. മാത്രമല്ല ബ്രിക്സ് കൂട്ടായ്മ വന്നതോടുകൂടി ഇന്ത്യയും ചൈനയും ഒരുമിച്ച് ഒരു വേദിയിൽ വരികയും ഇറാൻ അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്യും.
എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇറാന് ചൈനയായിട്ട് നല്ല ബന്ധമാണ്, ഇന്ത്യയായിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ ഇന്ത്യ ചൈനയും തമ്മിൽ നല്ല ബന്ധമല്ല. ആ ശത്രുത അവസാനിക്കുകയും അവർ ഒരുമിക്കുകയും ചെയ്താൽ ഇറാൻ അത് ഡബിൾ നേട്ടമാണ്. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ വീണ്ടും ചരിത്രത്തിലേക്കൊന്ന് പിന്നോട്ട് പോയിട്ട് കമ്പയർ ചെയ്യുക. അതായത് 1979 മുമ്പ് അമേരിക്കയാണ് സൗദി അറേബ്യയും ഇറാനെയും തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്തതെങ്കിൽ 2023 ചൈനയാണ് സൗദി അറേബ്യയും ഇറാനെയും ഒരുമിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതൊരു കാലത്തിൻ്റെ മാറ്റമാണ്, ശാക്തിക ക്രമീകരണങ്ങളുടെ മാറ്റമാണ്, ലോകക്രമത്തിൻ്റെ മാറ്റമാണ്. ഇനി ഇങ്ങനെ വീണ്ടും ഇറാനെയും സൗദി അറേബ്യയും ആരെങ്കിലും ഒരുമിപ്പിക്കുമെങ്കിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു മക്ക കരാർ അവിടെ ഉണ്ടെങ്കിൽ പോലും ബ്രിക്സ് ഘടന, ബ്രിക്സ് എന്നുള്ള കൂട്ടായ്മയായിരിക്കും അതിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ ചൈന 2023 സൗദിയെയും ഇറാനെയും തമ്മിൽ യോജിപ്പിച്ചു. പണ്ട് അമേരിക്കയായിരുന്നു. ഈ സൗദി അറേബ്യ, ഇറാൻ, ടർക്കി മൂന്നും തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ തന്നെയാണ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ ഈ 3 രാഷ്ട്രങ്ങൾക്കിടയിലേക്ക് ഒരു സൈനിക സഖ്യകക്ഷിയായിട്ട് മാറാൻ ഇറാനെ കൊണ്ട് എളുപ്പം പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു രാഷ്ട്രീയ സഖ്യകക്ഷിയാവാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. രാഷ്ട്രീയമായിട്ട് പലർക്കും പലയിടത്തും പല സഖ്യങ്ങളും ആവാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു സാമ്പത്തിക സഖ്യകക്ഷി എന്നുള്ള നിലയിൽ റഷ്യയും ഇന്ത്യയും ചൈനയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിൻ്റെ പേരാണ് ബ്രിക്സ് കൂട്ടായ്മ. അതേസമയം മേഖലാ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്വാഡ് എന്നൊരു സഖ്യം നമ്മുടെ ഈ ഇൻഡോ പസഫിക് മേഖലയിലുണ്ട്. അതിനകത്ത് അമേരിക്കയും ഇന്ത്യയും ഓസ്ട്രേലിയയും വരുന്നുണ്ട് ക്വാഡിനകത്ത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരേ സമയം നമ്മൾ റഷ്യയായിട്ടും നമ്മൾ സഖ്യത്തിലാണ്, അമേരിക്കയായിട്ടും സഖ്യത്തിലാണ്. റഷ്യയായിട്ട് നമുക്ക് ഒരു അർദ്ധ സൈനിക സഖ്യം തന്നെയുണ്ട്, അല്ലെങ്കിൽ സൈനിക സഖ്യം തന്നെയുണ്ട്. ചൈനയായിട്ട് അങ്ങനെയൊന്നുമില്ല. പകരം സാമ്പത്തിക സഖ്യം എന്നുള്ളത് ബ്രിക്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. ഇതേ ബ്രിക്സ് പ്ലാറ്റ്ഫോമിൽ റഷ്യയും ഉണ്ട്. ആ ബ്രിക്സ് പ്ലാറ്റ്ഫോം ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സാമ്പത്തിക കൂട്ടായ്മയാണ്. നിലവിൽ 20 ആക്റ്റീവ് രാജ്യങ്ങൾ അതിനകത്തുണ്ട്. ഈ സെപ്റ്റംബറിൽ വരുന്ന ബ്രിക്സ് മീറ്റിംഗ് കഴിയുന്നതോടെ പുതുതായിട്ട് 20 രാജ്യങ്ങളുടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ലോകത്തെ സുപ്രധാനമായ ഇക്കോണമികൾ അടങ്ങുന്ന 40ഓളം രാജ്യങ്ങൾ ബ്രിക്സിൽ വരും. അതിലൊന്ന് ഇറാൻ ഉണ്ടാവും. ആ ഇറാൻ അതിലേക്ക് വരുമ്പോൾ ആ ബ്രിക്സിൽ ഇതുവരെ ഇടം കിട്ടാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. സൗദി അറേബ്യയിൽ ഇടം നേടിയിട്ടില്ല. ഇന്ത്യ സൗദി അറേബ്യ ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. UAE ഇപ്പോൾ തന്നെ അവിടെയുണ്ട്. സൗദിക്ക് വരാവുന്നതുള്ളൂ. ആ നിലയ്ക്ക് ഇറാൻ, സൗദി, UAE സഖ്യങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ഒരു വലിയൊരു സാധ്യത മുന്നിൽ കാണുന്നു. ഇനി മേഖലാ സഖ്യം എന്നുള്ളതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് പശ്ചിമേഷ്യയിലെ മേഖലാ സഖ്യം എന്ന് പറയുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇറാൻ്റെ ആവശ്യം അമേരിക്കൻ താല്പര്യങ്ങളെ തിരസ്കരിക്കുന്ന ഒരു മേഖലാ സഖ്യമാണ്. അത്തരം മേഖലാ സഖ്യം ഉണ്ടാവുമോ എന്നുള്ളതിൻ്റെ സൂചനകൾ അവിടെ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഇറാൻ ആരായുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മക്ക കരാർ എന്ന പേരിൽ ഒരു കരാർ, ഒരു നല്ല കരാറാണ്. ഇപ്പോൾ സൈനികമായിട്ട് ഒന്നിച്ച് നിൽക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അതായത് സൗദി അറേബ്യ, ടർക്കി, പാകിസ്ഥാൻ 3 രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇതിലേതെങ്കിലും ഒരു രാജ്യത്തെ മറ്റു രാജ്യം ആക്രമിച്ചാൽ ഇവർ 3 പേരും ചേർന്ന് അക്രമിയെ നേരിടണം. ഇതാണ് ഇതിൻ്റെ താല്പര്യം. അവിടെ ഒരു ചോദ്യമുണ്ട്. ഹൂതികൾ വീണ്ടും സൗദി അറേബ്യ ആക്രമിച്ചാൽ ഇറാൻ്റെ ഒരു വലിയ ഘടകകക്ഷിയാണ്, ഇല്ലെങ്കിൽ പ്രോക്സി സഖ്യകക്ഷിയാണ് ഹൂതി. സ്വാഭാവികമായിട്ടും അത് ഇറാൻ നടത്തുന്ന ഒരു ആക്രമണം തന്നെയാണ്. ഇങ്ങനെ ഒരു സഖ്യത്തിന് ഇറാന് നിലവിൽ ആക്രമിക്കാൻ പറ്റുമോ? എന്തായാലും മെക്ക കരാർ ഒപ്പുവെച്ചതിന് ശേഷം സൗദി അറേബ്യ ഹൂതികൾ ആക്രമിച്ചു. സൗദി ഒന്നും ചെയ്തില്ല. പാകിസ്ഥാൻ ഹൂതികളെ ആക്രമിക്കാൻ പോകും എന്ന് പലരും കരുതി. ഒന്നും ഉണ്ടായില്ല. ടർക്കി പ്രത്യേകിച്ച് അനങ്ങിയിട്ടുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ആ സഖ്യം ഒരു സൈനിക സഖ്യം എന്നുള്ളതിലേക്ക് വിജയമാണോ അല്ലയോ? ഇറാൻ്റെ ഒരു നോട്ടം, ഇറാൻ തന്നെ ഒരു ടെസ്റ്റ് ഫയർ നടത്തി നോക്കിയതായിരിക്കാം. ഇങ്ങനൊരു സഖ്യം നിലവിൽ ഹൂതികൾക്കെതിരെ എങ്കിലും ഒരാക്രമണം നടത്താൻ തയ്യാറായില്ല എന്നാണ് കാണുന്നത്. സൗദി അറേബ്യ സ്വന്തം നിലയ്ക്ക് ഹൂതികൾക്കെതിരെ നേരത്തെ തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. അത് ഇനിയും നടത്തിയേക്കും. അത് അമേരിക്കയായിട്ട് ചേർന്ന് നടത്തിയേക്കും. അമേരിക്കയായിട്ട് ചേർന്ന് തന്നെയാണ് നടത്തുന്നതെങ്കിൽ ഇറാൻ അവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതാണ് അവിടെ വരുന്നൊരു പ്രശ്നം. അപ്പോൾ ഇറാൻ നോക്കുന്നത് ഹൂതികളോട് എങ്ങനെയായിരിക്കും സൗദി, ഇറാനോട് എങ്ങനെയായിരിക്കും ശരിയായൊരു സഖ്യം. ആദ്യം സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നല്ലൊരു സഹകരണ കരാർ നിലവിൽ വരണം. സൈനിക സഹകരണത്തിലേക്ക് വരുന്ന തരത്തിൽ കരാർ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ മക്ക കരാറിൻ്റെ ഭാഗമാകാൻ ഇറാന് സാധിക്കുകയുള്ളൂ. അതൊരു രാഷ്ട്രീയ കരാറോ ഒരു സാമ്പത്തിക കരാറോ മാത്രമാണെങ്കിൽ ഇറാൻ അതിനകത്തേക്ക് ഈസിയായിട്ട് വരാൻ പറ്റും. കാരണം അത് രണ്ടും ഇറാന് താല്പര്യങ്ങളുണ്ട്. പക്ഷേ സൈനിക കരാർ എന്ന നിലയിൽ അത് വരണമെങ്കിൽ ഇറാൻ ഇവരെ വിശ്വസിക്കാൻ വരണം. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. തീർത്തും സൗദിയേക്കാൾ കൂടുതൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് നമ്മൾ ആലോചിക്കണം. ആ പാകിസ്ഥാനെ അതുകൊണ്ട് തന്നെ ഇറാന് വിശ്വസിക്കാൻ പറ്റില്ല. സൈനികമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. രാഷ്ട്രീയമായിട്ട് പോലും ഒരു പരിധിക്കുള്ളിൽ വിശ്വസിക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് ഇറാനോട് വിശ്വാസമുള്ളത് ടർക്കിയെ മാത്രമാണ്. ടർക്കിയെ മാത്രം വിശ്വാസം എടുത്തുകൊണ്ട് ഇറാൻ ഈ കരാറിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ അത് ഇറാൻ നടത്തുന്ന ഏറ്റവും വലിയ നയതന്ത്രപരമായിട്ടുള്ള നയം മാറ്റമായിരിക്കും എന്നും പറയാതെ വയ്യ. എങ്കിലും നമുക്കൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാം.
ഒരു വലിയ മേഖലാ കരാർ വരും, ഒരു വലിയ മേഖലാ സഖ്യം അവിടെ വരും. അതിനകത്തേക്ക് വരാൻ പോകുന്നത് ഭാവിയിൽ ഈജിപ്റ്റ് കൂടിയായിരിക്കും. അപ്പോൾ ഇന്നുള്ള GCC രാജ്യങ്ങൾ, അതിൽ തന്നെ പ്രധാനമായിട്ട് സൗദി അറേബ്യ, പിന്നെ ടർക്കി, പിന്നെ ഈജിപ്റ്റ്, ഇത്തരൊരു സഖ്യത്തിലേക്ക് ഭാവിയിൽ ഇറാൻ വന്നു കയറാനുള്ള സാധ്യതയുണ്ട്. ഭാവി എന്ന് വെച്ചാൽ എത്ര ദൂരത്ത് എന്നൊരു ചോദ്യമുണ്ട്. 1 വർഷത്തിനകം വേണമെങ്കിൽ സംഭവിക്കാം, പക്ഷേ കൂടുതൽ സാധ്യത 1 വർഷത്തിന് ശേഷം സംഭവിക്കാനാണ്. ഇറാൻ വെയിറ്റ് ചെയ്യുന്നത് അമേരിക്ക എപ്പോൾ യുദ്ധം നിർത്തും, എങ്ങനെ യുദ്ധം അവസാനിക്കും, ഇതിൻ്റെ ഉത്തരം ഇറാന് കിട്ടാനുണ്ട്. ആ ഉത്തരം കിട്ടിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മക്ക കരാർ പോലൊരു കരാറിൻ്റെ ഭാഗമാകാൻ ഇറാൻ ശ്രമിക്കുകയോ ഇല്ലയോ എന്ന് നോക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ കരാർ ഒരു മോശം കരാറല്ല. ഇറാനെ അവരതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആ ക്ഷണം ഇറാൻ ഇതുവരെ നിരസിച്ചിട്ടില്ല. പക്ഷേ ഇറാന് കുറച്ച് കടമ്പകൾ കടക്കാനുണ്ട്. ആ കടമ്പകൾ കടന്നാൽ പശ്ചിമേഷ്യയിലെ വലിയൊരു മേഖലാ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇറാന് വരാൻ പറ്റും. ഇറാൻ്റെ അതിലുള്ള ഏറ്റവും പ്രധാന താല്പര്യം ഒരു സൈനിക സഖ്യം ഉണ്ടാക്കുക എന്നുള്ളതിലുപരി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആധിപത്യങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഗൾഫ് മേഖലയിൽ ആധിപത്യം ഇനി ഉണ്ടാവരുത് എന്നാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അതിന് വഴി തെളിയുമെങ്കിൽ ഇറാൻ ആ കരാറിൻ്റെ ഭാഗമാകും.